ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നാസ് കോർണർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കുമായിട്ടാണ്. ഒരു ഗോവൻ ഡിഷാണിത്. കൽക്കൽ എന്നാണ് എൻ്റെ പേര്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ മോൾഡ് ഇതിന് ഉണ്ടാക്കാനുള്ള കൽക്കൽ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കാത്ത ചീപ്പോ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ചെറുതായി ചൂടായ ഓയിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലൂടെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല, തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പോ 1/4 കപ്പിനടുത്ത് വേണ്ടി വരും. നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കണ്ടോ, ചപ്പാത്തി മാവിൻ്റെ പ്രസ് ചെയ്ത് കുഴിഞ്ഞു പോകണം. അപ്പം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ട് നമ്മളൊരു തുണി കൊണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് എടുക്കാം. ഇപ്പം നല്ല മയമൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മോൾഡിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഈസിയായിട്ട് നമ്മൾ ചീടയുടെ അതേ ഷേപ്പിൽ കിട്ടും. അതേപോലെ തന്നെ കണ്ടാലും നമുക്ക് അതേപോലെ തോന്നും, പക്ഷേ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഉണ്ടോ, ഇതില്ലെങ്കിൽ നമുക്കൊരു ചീപ്പ്, ഉപയോഗിക്കാത്ത ഒരു ചീപ്പ് എടുക്കുക. ഒരു ചീർപ്പ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുക്കുക. അപ്പോൾ ഫോർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രൈപ്സ് ഇച്ചിരി വലുതാകി വരുമെന്നേ ഉള്ളൂ. നന്നായിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ 2 രീതിയിലും ഇത് തയ്യാറാക്കുന്നുണ്ട്. തയ്യാറാക്കിയിട്ട് നമ്മുടെ ഈ കൽക്കലിനുള്ള സാധനങ്ങൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായി വരുന്ന കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റി നോക്കാം. എടുത്ത് മാറ്റിയ ശേഷം ബാക്കി വരുന്ന ഈ കൽക്കലിൻ്റെ ഓരോ പീസ് ഈ സൈഡ് വഴി ചേർത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ആണ് എണ്ണയൊക്കെ തെറിക്കാതെ ഇട്ട് കൊടുക്കുക. അതങ്ങനെ എണ്ണയ്ക്കടുത്ത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരും. ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും. അത്ര ആകുമ്പോഴത്തേക്കിനും ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. ഉണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്രിസ്പി ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്ത് ഒന്ന് കോരിയെടുത്ത് മാറ്റും. അപ്പോൾ അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. അടുത്ത സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതാകുമ്പോഴാണല്ലോ നമ്മുടെ യങ്സ്റ്റേഴ്സും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഈ കൺസിസ്റ്റൻസി ആയി വെള്ളം തിളച്ചിട്ട് ഇങ്ങനെ ഈ വലിഞ്ഞു വരുന്ന ഈ കൺസിസ്റ്റൻസിയിലാകുമ്പോൾ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ പീസസിലും നന്നായിട്ടും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിപ്പോകാതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോവൻ സ്പെഷ്യൽ ഡിഷായ കൽക്കൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ദയവായി ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് അന്നാസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.